യൂട്യൂബിനോടൊരു കാര്യം പറയാണ്ട്. എൻ്റെ പഴയ അനന്തു വ്ളോഗ്സിൽ 6K 2K 3K 8K 9K അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും ഒന്ന് തീ കിട്ടൂടെ? ദയവ് ചെയ്തിട്ട് ദൈവത്തിനെ ഓർത്തിട്ട് എൻ്റെ ഈ അനന്ത് വ്ളോഗ്സ് 68 64 ആ 84 75 ആ നല്ല വിജയിച്ച കുറച്ച് കണ്ടൻറ്റ് പ്ലീസ് ഞാൻ യാചിക്കുകയാണ് ഞാൻ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോരോ വീഡിയോസ് ഇടുന്നത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാത്രിയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്, സന്ധ്യാസമയത്ത്. അതൊരു കാട്ടിൽ കൂടെ പോണ ഒരു വീട്ടിലേക്ക്, അവിടുന്നാണ് ഞാൻ ഇടുന്നത്. എൻ്റെ വീട്ടിൽ കറണ്ടും വെളിച്ചൊന്നും ഇല്ല. എന്നിട്ട് അവിടുന്നാണ് ഞാൻ ഇടുന്നത്. വരുമ്പോൾ പന്നി, കുറുക്കന്, ആനയും സിംഹം മാത്രമുള്ളൂ ഇല്ലാത്തത്. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഞാൻ രാത്രിയാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇട്ട് പോകണം. ഉള്ള ചായ മുഴുവനും മുഖത്ത് വാരിയും തേച്ചും പിടിപ്പിച്ചിട്ടൊക്കെയാണ് കുറേ ഞാൻ വീഡിയോസ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അനന്ത് വ്ളോഗ്സ് 84 75 ആദ്യത്തെ ഏതെങ്കിലും ഒരു 6K വ്യൂസ്, അതിലൊരുപാട് സബ്സ്ക്രൈബൊക്കെ ഉണ്ടല്ലോ. അത് കുറച്ചെണ്ണം തന്നെ ഇതിൽ കിട്ടൂടെ? നല്ലൊരു മനുഷ്യ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ, യാചിക്കുകയാണ് ഞാൻ. ഇതിലേക്ക് ഒന്നിട്ടൂടെ? അത് ഫുള്ള് ഡിലീറ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അതിൽ വിജയിച്ചത് കുറേ ഉണ്ടല്ലോ. അത് എൻ്റെ ഈ 68 64 ഒന്ന് ദയവ് ചെയ്തിട്ട് ഒന്നിട്ടൂടെ? എന്നൊക്കെ എത്ര ഇതായിരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോരോ വീഡിയോസ് ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ കാറ്റും മഴയും കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഞാൻ ഈ വീഡിയോ. ഒരു ഫോട്ടോ എടുക്കാനും കൂടി ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് ചെയ്യണത്. ഒരു ഫോൺ പിടിച്ചു തരാൻ ആളില്ല. കുറ്റം പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോരോ വീഡിയോസ് ഞാൻ ഇട്ടത്. രാത്രി വീഡിയോസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 11 മണി 11:30 ആവും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ പന്നികളെയും പാമ്പിൻ്റെയും പെരുമ്പാമ്പും പനിയില്ലാത്ത ജീവികളില്ല. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ദൈവത്തിനെ ഓർത്ത് വിളിച്ച് പായാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോരോ വീഡിയോസ് ഞാൻ ഇട്ടത്. ഞങ്ങളുടെ നാട്ടിലത്തെ കുറേ കുട്ടികൾ ഉള്ള മനുഷ്യന്മാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അവർ കുറേ അതിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 2775 സബ്സ്ക്രൈബ് അതിക്കിട്ടിട്ടുണ്ട്. അതുപോലെ വ്യൂസും ഉണ്ട്. അപ്പോൾ അതിൽ നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അതിൽ കുറച്ച് നല്ല കണ്ടൻറ്റുകളൊക്കെ അല്ലേ? ഒരു 6K 2K 3K 9K ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഒന്ന് ഇതിൽ കിട്ടൂടെ? യാചിക്കുകയാണ് ഞാൻ. പ്ലീസ് യാചിക്കുകയാണ് ഞാൻ. ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. നിങ്ങൾ ഇന്നൊന്ന് സഹായിക്കും. നിങ്ങളിന്നെ ഞാൻ യൂട്യൂബിനോടാണ് ഞാൻ പറയുന്നത്, വേറെ ആരോടും ഞാൻ പറയുന്നില്ല. എൻ്റെ ഫോണൊക്കെ ഇട്ട് തരുന്ന ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അവർക്ക് സബ്സ്ക്രൈബ്, വ്യൂസ്, ലൈക്ക് ഇതൊക്കെ തരുന്നുണ്ട്. ഞാനൊരു ദിവസം വീഡിയോസ് ഇടാൻ ഞാൻ പിറ്റേന്ന് ചോദിക്കും എന്താ വീഡിയോസ് ഇടാത്തത്. അത്രക്കും നല്ല മനുഷ്യന്മാരാണ് എൻ്റെ ഫോണൊക്കെ ഇടുന്നത്. അവർക്ക് നല്ല പുണ്യം ഐശ്വര്യമൊക്കെ അവർക്ക് കൊടുക്കട്ടെ. ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരു കഠിന ഹൃദയം പോയിട്ട് നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ അതിൽ നല്ല കണ്ടൻറ്റുകൾ ഇതിൽ കിട്ടൂടെ? യാചിക്കുകയാണ് ഞാൻ. എനിക്ക് യാചിക്കുക ഇനി ഇല്ല. ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ അത് ആ യൂട്യൂബ് എടുത്ത് കളഞ്ഞതൊക്കെ. ആ യൂട്യൂബിൽ ഒരു 8 10 20 ഉണ്ട് നല്ല കണ്ടൻറ്റുകൾ. അത് ഇതിക്കൊന്ന് ഇട്ടൂടെ? ഈ 68 64 ഇട്ടൂടെ? ഇത്ര ഉള്ളൂക്ക് പറയാൻ. ഒരാൾ ഫോൺ പിടിച്ചു തരാനില്ല. ഞാൻ ഒറ്റക്കാണ്. ഈ പാതിരക്ക് പോയിട്ട് കറണ്ടാണെങ്കിലില്ല. അങ്ങനെയും കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ഞാൻ ഇട്ടത്. ആരോടും ഞാൻ പറയണത്, ഒരു ഫോണ് പിടിച്ചു തരാൻ ഒരാളില്ല. കാറ്റും മഴയും ഇടിയും മിന്നലും
ഇടി മിന്നലും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഞാൻ ഇട്ടത്. ആ അനന്ത് വ്ളോഗ്സ് 84 75 ഫുള്ളും ഈ കഷ്ടപ്പാടിൻ്റെ സമയത്താണ് ഞാൻ ഇട്ടത്. അത് പോയത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതിലുള്ള നല്ല കണ്ടൻറ്റുകൾ ഒരു 8 10 20 കണ്ടൻറ്റുകൾ അതിൽ നല്ലതുണ്ട്. 650 വീഡിയോസ് ഞാൻ അതിക്കിട്ടിട്ടുണ്ട്. ബാക്കി നല്ല കണ്ടൻറ്റുകൾ ഈ 68 64 ഈ അനന്തൂൽക്കൊന്ന് ഇട്ട് തന്നൂടെ? അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യൻ്റെ സ്വഭാവം ഒന്നാക്കാമല്ലോ. ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, നല്ല കുട്ടികളാണ്. അവരൊക്കെ എൻ്റെ ഫോണിലേക്ക് സബ്സ്ക്രൈബും എല്ലാതും ഇട്ടുതരും. നല്ല കുട്ടികളാണ്. അവർക്ക് അതിൻ്റെ മെച്ചം ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കും. അവർക്ക് ഐശ്വര്യം ഉണ്ടാകാനും നല്ല കുടുംബജീവിതം ഉണ്ടാകാനും സ്വത്ത് ഉണ്ടാകാനും ഒക്കെ നല്ലോണം ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു വ്രതത്തിൻ്റെ ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു സങ്കടം പറയുകയാണ് ഞാൻ നിങ്ങളോട്. യൂട്യൂബിനോടാണ് ഞാൻ പറയുന്നത്. അതിൽ 10 20 നല്ല കണ്ടൻറ്റുകളുണ്ട്. അത് ഈ 68 64 കൊന്നിട്ടൂടെ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നൊന്നും അത് പോയിട്ടൊന്നുമില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് നിങ്ങൾ പറ്റേ ഒഴിവാക്കിയിട്ടില്ല, അത് അതിലുണ്ട്. അത് നല്ല കണ്ടൻറ്റുകൾ ഇതിക്കൊന്നും ഇട്ടൂടെ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇനി വെക്ക് എത്രയും എനിക്ക് സങ്കടം ഉണ്ട്. അത് പോയിട്ട് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് വിചാരിച്ചൂടെ? ഞാൻ ഒരാൾക്കൊരു കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനാണ്. ഞാൻ ഒറ്റക്കാണ് വീഡിയോസ് ഇടുന്നത്. ഒരാളും ഫോണ് പിടിച്ചു തരാനും ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ എടുക്കുന്നതൊന്നും ശകാരിക്കാനും ഒന്നുമില്ല. ഞാൻ ഒറ്റക്കാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത് ഇട്ടതിൽ തീരെ വ്യൂസ് കിട്ടണില്ല, ഒന്നും കിട്ടണില്ല. ഈ പിന്നെ വാച്ച് ഓവർ ഉണ്ട്. വാച്ച് ഓവർ ആണെങ്കിൽ അത് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഇന്നലത്തോടു കൂടി അതും കുറഞ്ഞ്, കിട്ടിയതും കുറഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട കണ്ടൻറ്റുകളൊക്കെ നല്ല കണ്ടൻറ്റുകളൊന്നും ഇതിൽ കിട്ടൂടെ? നിങ്ങളെ കമ്പ്യൂട്ടറിൽ അത് ഉണ്ടാവുമല്ലോ. ഞാൻ ഇട്ടതൊക്കെ നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുമല്ലോ. ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ ഇതല്ലേ, അതിലുണ്ടാവുമല്ലോ. ഇതൊരു 10 20 എണ്ണം ഇതിൽ കിട്ടൂടെ? ഭയങ്കര സങ്കടം ഉണ്ട്. ആരോട് പറയണം? വെക്കണം, ഇത്രയേ ഉള്ളൂ പറയാൻ.